മഞ്ഞപ്പിത്ത ഉറവിട പരിശോധന കണ്ണൂർ ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ്. ജില്ലയിലെ മുഴുവൻ നഗരങ്ങളിലെയും കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കും. തളിപ്പറമ്പ് നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന മറ്റ് 5 ഏജൻസികളുടെ കുടിവെള്ളം കൂടി പരിശോധിക്കാൻ നഗരസഭയ്ക്ക് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. തളിപ്പറമ്പിൽ മഞ്ഞപ്പിത്തം വ്യാപകമായതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ശക്തമായി നിരീക്ഷണം ഏർപ്പെടുത്തിയത്. ഇതിലാണ് കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയത്. തുടർന്ന് തളിപ്പറമ്പിലാകെ കുടിവെള്ള വിതരണം ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ജാഫർ എന്ന ഏജൻസിയുടെ വെള്ളം പരിശോധിച്ചപ്പോൾ അതിൽ മലത്തിന്റെ സാന്നിധ്യമടക്കം കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റ് 5 ഏജൻസികളുടെ കൂടി കുടിവെള്ളം പരിശോധിക്കാൻ തളിപ്പറമ്പ് നഗരസഭയ്ക്ക് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. ജില്ലയിലെമ്പാടും സമാനമായ രീതിയിൽ പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നഗരങ്ങളിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ചുമാണ് അന്വേഷണം നടത്തുക. കിണറുകൾ ശുദ്ധീകരിക്കാൻ ജനുവരി 1 ക്ലോറിനേഷൻ വാരം നടത്തും. കുടിവെള്ള വിതരണം ചെയ്യുന്ന എല്ലാ കമ്പനികളും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 9ഓളം വാർഡുകൾ കേന്ദ്രീകരിച്ച് 400ഓളം വീടുകൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ എന്നിവർ സന്ദർശിച്ചു. രോഗികളുള്ള വീടുകളിൽ രോഗപകർച്ച തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മഞ്ഞപ്പിത്ത നിയന്ത്രണ പരിപാടികൾ വിലയിരുത്തി. നഗരങ്ങളിൽ ഉൾപ്പെടെയുള്ള കടകളിൽ ലൈം, ജ്യൂസ്, ഐസ് എന്നീ പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോ B+ അൾട്രാവയലറ്റ് ഫിൽറ്റർ വെള്ളത്തിലോ ആയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷണത്തോടൊപ്പം നൽകുന്ന കുടിവെള്ളത്തിൽ ചൂട് ശമിപ്പിക്കാൻ പച്ചവെള്ളം കലർത്തുന്നത് വിലക്കിയിട്ടുമുണ്ട്. ജില്ലയിലെ വീടുകളിലെ നല്ലൊരു ശതമാനം കിണറുകളിലും ഈക്കോളി ബാക്ടീരിയ മൂലം മലിനമാണെന്നും കണ്ടെത്തിയിരുന്നു. വീട്ടുകിണറിലെ വെള്ളത്തിൽ ഈക്കോളി സാന്നിധ്യമില്ല എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണം. നടപടികൾ കൃത്യമായി പാലിക്കാൻ ഹോട്ടലുകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.